ഉദയനിധി സ്റ്റാലിൻ തമിഴ്നാട് ഉപമുഖ്യമന്ത്രി. കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ ജാമ്യം ലഭിച്ച വി സെന്തിൽ ബാലാജി മന്ത്രിസഭയിലേക്ക് തിരികെയെത്തും. ഇന്ന് വൈകിട്ട് രാജ്ഭവനിലാണ് സത്യപ്രതിജ്ഞ. ഡോക്ടർ ഗോവി ചെഴിയാൻ, ആർ രാജേന്ദ്രൻ, എസ്.എം. നാസർ എന്നിവരും മന്ത്രിസഭയിലേക്ക് എത്തും. വി ആർ കാർത്തിക്കാണ് വിവരങ്ങളുമായി ചേരുന്നത്. കാർത്തിക്, വെരി ഗുഡ് മോർണിംഗ്. എന്തായാലും സ്റ്റാലിന്റെ അച്ഛന്റെ പാതയിൽ തന്നെ മകനും വഴിയൊരുങ്ങുകയാണ്. മുഖം മിനുക്കുമ്പോൾ മന്ത്രിസഭ എങ്ങനെയാണ് പ്രധാനപ്പെട്ട മാറ്റങ്ങളെല്ലാം വരുന്നത്? വിശദാംശങ്ങൾ. ആര്യ, തമിഴക രാഷ്ട്രീയത്തിൽ ഒരു തലമുറ മാറ്റം അരക്കിട്ടുറപ്പിക്കുന്ന ദിനം കൂടിയാണ് ഇന്ന്. തമിഴകത്തിന്റെ ഉപമുഖ്യമന്ത്രിയായി ഇന്ന് ഉദയനിധി സ്റ്റാലിൻ അധികാരമേൽക്കും. വൈകിട്ട് 3:30 സത്യപ്രതിജ്ഞ. നിലവിൽ ഉള്ള 3 മന്ത്രിമാരെ ഒഴിവാക്കി 4 മന്ത്രിമാരെ പുതിയതായി മന്ത്രിസഭയിലേക്ക് ഉൾപ്പെടുത്തുന്നു എന്ന പ്രത്യേകതയുണ്ട്. അതിൽ ഏറ്റവും ശ്രദ്ധേയം വി സെന്തിൽ ബാലാജിയെ മന്ത്രിസഭയിലേക്ക് ഉൾപ്പെടുത്തുന്നു എന്നതാണ്. കഴിഞ്ഞ വർഷം ജൂണിലാണ് സെന്തിൽ ബാലാജിയെ കള്ളപ്പണ ഇടപാടുമായി ബന്ധപ്പെട്ട കേസിൽ ED അറസ്റ്റ് ചെയ്തത്. തുടർന്ന് ഏറെക്കാലം അദ്ദേഹം ജയിലിലായിരുന്നു. കഴിഞ്ഞ ദിവസമാണ് അദ്ദേഹത്തിന് ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങാനായത്. സുപ്രീം കോടതി അദ്ദേഹത്തിന് ജാമ്യം നൽകിയതിന് പിന്നാലെ അദ്ദേഹത്തെ വീണ്ടും മന്ത്രിസഭയിൽ ഉൾപ്പെടുത്താനുള്ള നിർദ്ദേശം കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി ഗവർണർക്ക് നൽകി. അത് അംഗീകരിക്കുകയായിരുന്നു. എന്തായാലും തമിഴക രാഷ്ട്രീയത്തിൽ MK സ്റ്റാലിന്റെ പിൻഗാമി ആര് എന്ന ചോദ്യത്തിന് വളരെ നേരത്തെ തന്നെ ഉത്തരമായിരുന്നു. 2021 ചെന്നൈയിലെ ചെപ്പോക്ക് മണ്ഡലത്തിൽ നിന്ന് ഉദയനിധി സ്റ്റാലിൻ ജയിച്ചപ്പോൾ തന്നെ MK സ്റ്റാലിന്റെ പിൻഗാമി ആര് എന്ന ചോദ്യത്തിന് ഉത്തരമായിരുന്നു. പക്ഷെ അപ്പോഴും ഏറെക്കാലമായി പല കോണുകളിൽ നിന്നും ആവശ്യം ഉയർന്നിരുന്നു. ഉദയനിധി സ്റ്റാലിനെ ഉപമുഖ്യമന്ത്രിയായി ഉയർത്തണം എന്ന ആവശ്യം ഉയർന്നിരുന്നു. 10 വർഷങ്ങൾക്ക് ശേഷമാണ് അത്തരത്തിൽ ഒരു വലിയൊരു പദവിയിലേക്ക് ഉദയനിധി സ്റ്റാലിൻ എത്തുന്നത് എന്നതാണ് ഏറെ ശ്രദ്ധേയം. കലൈഞ്ചർ കരുണാനിധിയുടെ 6 ചെറുമക്കളിൽ ആരാണ് ഈ ഇളമുറക്കാരൻ DMK-യുടെ എന്ന ചോദ്യത്തിന് ഉത്തരമായിരിക്കുന്നു. അത് ഉദയനിധി സ്റ്റാലിൻ തന്നെയാണ്. എന്തായാലും ഇന്ന് വൈകിട്ടോടുകൂടി പുതിയ ചുമതലകൾ കൂടി ഉദയനിധി സ്റ്റാലിനെ തേടി വരികയാണ്. നിലവിൽ കായിക വകുപ്പും അതോടൊപ്പം തന്നെ യുവജനക്ഷേമ വകുപ്പുമാണ് ഉദയനിധി സ്റ്റാലിൻ കൈകാര്യം ചെയ്യുന്നത്. അതിൽ നിന്ന് ഒരു പടി കൂടി ഉയർന്ന ഒരു സ്ഥാനക്കയറ്റം ഉദയനിധി സ്റ്റാലിന് ലഭിച്ചിരിക്കുന്നു. വൈകിട്ട് 3:30 തമിഴ്നാട് രാജ്ഭവനിലാണ് സത്യപ്രതിജ്ഞ. എന്തായാലും MK സ്റ്റാലിൻ 56-ാം വയസ്സിലാണ് തമിഴ്നാടിന്റെ ഉപമുഖ്യമന്ത്രിയാകുന്നത്. ഉദയനിധി സ്റ്റാലിന് അത്രയേറെ കാത്തിരിക്കേണ്ടി വന്നില്ല. 46-ാം വയസ്സിൽ തമിഴകത്തിന്റെ ഉപമുഖ്യമന്ത്രിയാവുകയാണ് ഉദയനിധി സ്റ്റാലിൻ. ആര്യ, തീർച്ചയായും വി ആർ കാർത്തിക്കാണ് വിശദാംശങ്ങൾ നൽകിയത്.